ഭാരതീയ വിജ്ഞാനം ഈ ജ്ഞാനാത്മകമായി ചിന്തിക്കുമ്പോൾ, അതായത് ദൃക്ക് ദൃശ്യം എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് കാണാം. സാഖ്യം, ന്യായം, വൈശേഷികം മുതലായവ അടിസ്ഥാനപരമായും, യോഗശാസ്ത്രം മനസ്സിനെ ആ അനുഭൂതിയിലേക്ക് എത്തിക്കുവാൻ പാകമായും, വേദാന്തം അതായത് ഉത്തരമീമാംസ, അതുപോലെ തന്നെ പൂർവമീമാംസ, കർമ്മകാണ്ഡ ജടിലമായ പൂർവമീമാംസ, ഇവയാണ് നമ്മുടെ ശാസ്ത്രങ്ങളെന്ന് ഭാരതത്തിൽ പറയും. വേദത്തെ ആസ്പദമാക്കി ഉപവേദങ്ങൾ, പിന്നീട് ശാസ്ത്രങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമം ശരിക്ക് പറയുകയാണ്. അപ്പോൾ വേദം തന്നെ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. വേദങ്ങളെ ഉപവേദങ്ങളെന്ന് പറഞ്ഞിട്ട്, ആയുർവേദം വേദത്തിൻ്റെ ഉപവേദമാണ്. അതുപോലെ തന്നെ ഗന്ധർവവേദം വേദത്തിൻ്റെ ഉപവേദമാണ്. സ്തപത്യവേദം വേദത്തിൻ്റെ ഉപവേദമാണ്. ധനുർവേദം വേദത്തിൻ്റെ ഉപവേദമാണ്. ഇതൊരല്പം നമുക്ക് മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ട്. ഇപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന വേദങ്ങൾ 4 പരക്കെ അറിയാം. സാമ്പ്രദായികമായി പഠിച്ചു വന്ന അതിൻ്റെ സങ്കേതങ്ങളെ മനസ്സിലാക്കാത്ത ഒരാൾ, അയാൾക്കിത് മനസ്സിലാവില്ല. നമുക്കൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതെ, ഇതിൻ്റെ ആധുനിക ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ജനജീവിതത്തിലെ നല്ലൊരു വിഭാഗം ആധുനിക ശാസ്ത്ര പഠിപ്പുള്ളവരല്ല. ജനജീവിതത്തിലെ നല്ലൊരു വിഭാഗം വൈദിക സംസ്കൃതിയുടെ പഠിപ്പുള്ളവരല്ല. പക്ഷെ പ്രാചീന കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് കാലത്തിൻ്റെ പരിണാമത്തിൽ വന്നതാണ്. ഇപ്പം മതങ്ങൾ, വ്യക്തമായ ഒരു മതദർശനം എന്താണെന്ന് പഠിക്കാതെയാണ് ആ മതത്തിൻ്റെ അനുയായിയായി ഒരാൾ വർത്തിക്കുന്നത്. പഠിച്ചിരുന്നുവെങ്കിൽ ഇത്രമാത്രം സംഘർഷം ഉണ്ടാവുകയും ചെയ്യില്ല. അത് പലപ്പോഴും വന്നിരിക്കുന്നത് ഏറ്റവും പ്രാചീന കാലത്ത് ബൗദ്ധികത. ഇപ്പോൾ ഒരു വിരാട് പുരുഷൻ എന്നൊരു സങ്കല്പം നാം എടുത്താൽ, ദ്യോവ് നമ്മുടെ തലയായും, പൃഥ്വി പാദമായും, സൂര്യൻ കണ്ണുകളായും ഒക്കെയുള്ളൊരു സങ്കല്പത്തിനാണ് വിരാട് രൂപമെന്ന് പറയുന്നത്. ദ്യോവിന് സമാനമായ തലയ്ക്ക് ഉത്തമംഗത്വം നൽകി ആ തലയെ ബ്രാഹ്മണൻ എന്ന് വിളിച്ച്, അതിനെ പ്രവൃത്തിനിരതമാക്കുന്ന ഭാവത്തെ ക്ഷത്രിയൻ എന്ന് വിളിച്ച്, ബാഹുക്കളെ അവയെല്ലാം കൂട്ടിയോജിപ്പിക്കുവാൻ പാകത്തിനുള്ള കൊടുക്ക വാങ്ങലുകളുടെ ലോകമുള്ള തലത്തെ വൈശ്യൻ എന്ന് വിളിച്ച്, ഇവയെല്ലാം നിലനിർത്തുന്ന ഭാഗത്തെ ശൂദ്രൻ എന്ന് വിളിച്ച്. ഈ ഒരു ഘടനയാണ് ശരിക്കും ഇത് വളരെ വ്യക്തമായി പുരുഷ സൂക്തത്തിൽ കാണും. അതിനകത്ത് ഇന്ന് കാണുന്ന നമ്പൂരി നായരൊന്നുമില്ല. പിന്നീട് ഉണ്ടായതാണ്. ഇതൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് വളർത്തിയെടുത്തതാണ്. കുറേ ബോധപൂർവം, കുറേ അബോധപൂർവം. കാലാകാലങ്ങളിൽ ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാതെ വരുന്നവർ പഠിക്കാതെ ബുദ്ധിമാന്മാരാകുമ്പോൾ സ്വകപോലകൽപ്പിതങ്ങളായ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അത് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും. ഉടനെ അതിനെ പിൻപറ്റാൻ അറിവ് മുഴുവൻ ഉപേക്ഷിച്ചൊരു ജനത അതിൻ്റെ പിന്നാലെ പോകും. അത് ജീവിതായോധനത്തിൽ ഉന്നതരാണെങ്കിൽ അവരെ അനുകരിക്കാൻ പിന്നെ ജനതയെല്ലാം പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തുടങ്ങി വെച്ചവൻ ആരാണെന്നോ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നോ തിരിച്ചറിയാൻ പറ്റാതെ വരും. ഇത് വളരെ രസകരമായി ലോകത്തിൻ്റെ പോക്ക്. അത് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഏതൊന്നിനെ എതിർക്കാൻ പോകുന്നതിന് മുമ്പ് എന്തിനെതിർക്കുന്നുവെന്ന് പോലും ചിന്തിക്കാത്ത തലത്തിലാണ് ഈ മാതൃകകൾ പലപ്പോഴും രൂപാന്തരപ്പെടുന്നത്.